ഹലോ ഗായ്സ്, എല്ലാവരും അടിച്ചു പൊളിച്ച് സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഫസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 1 മന്തായി സെക്കൻഡ് വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. വെക്കേഷൻ ടൈമായിരുന്നു, അതുപോലെ കുറേ അസൈൻമെൻറ്റ്സ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. സോ അതിൻ്റെ തിരക്കിലായിരുന്നു. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ എന്തായാലും നമ്മളിപ്പോൾ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ വന്നത്. നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഫുഡ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തെന്നുള്ളത് പരിചയപ്പെടുത്താം. ഓക്കെ, ഞാൻ ഫസ്റ്റ് വന്ന സാധനം ട്രൈ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഇത് പീ ആണ്. പീക്കകത്ത് എന്തൊരു ഗ്യാസ് സാധനം, നല്ല ഉപ്പുണ്ട്. വായി വെക്കുമ്പോഴേ കടിച്ചോണം. അത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല എരി തോന്നും. കൊള്ളാം. ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ 1 by 1 ആയിട്ട് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ പഠിക്കില്ലെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ സുഷിമിയാണ്, പ്രോൺസിൻ്റെ. സെക്കൻഡ് സാൽമണാണ്. പിന്നെ നമ്മൾ കറാച്ചി ചിക്കൻ, ചീസൊക്കെ ഉണ്ട്. സംഭവം കൊള്ളാൻ തോന്നും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ചട്നി കിട്ടി. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സോയാ സോസും കിട്ടി. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, ആക്ച്വലി ഇത് ചട്നിയല്ല, ഇത് വസാബിയും പിന്നെ നമ്മുടെ ഇഞ്ചിയില്ലേ, ഇഞ്ചി സ്ലൈസായിട്ട് അരിഞ്ഞ സാധനമാണ്. ആക്ച്വലി എനിക്ക് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ പച്ച മീൻ തിന്നാൻ പോകാം, സുഷി. ഓക്കെ, എനിക്കറിയില്ല എങ്ങനെ ടേസ്റ്റ് ഒന്നും, ഞാൻ തിന്നു പോലും വിചാരിച്ചില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യും. നമ്മൾ ഫസ്റ്റ് സാൽമണാണ് ട്രൈ ചെയ്യുന്നത്. സാൽമൺ എന്ന് പറഞ്ഞിട്ട് നോക്കി വെച്ചു. കുറച്ച് വസാബി, പിന്നെ കുറച്ച്, ഇത്ര വേണ്ട, ഓനയും വരുന്നല്ലോ. ഓക്കെ, ചോപ്സ്റ്റിക്കൊക്കെ ഭയങ്കര പാടാണ് യൂസ് ചെയ്യാൻ. സോസ് ഡിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഐ ആം ഗോയിങ് ടു ഈറ്റ് ഇറ്റ്. സോറി ഗൈസ്, സോസിൽ അത് ചെയ്യണം. ടേസ്റ്റ് ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അടുത്ത പ്രോൺസ് ട്രൈ ചെയ്യാൻ പോവാം. എനിക്ക് ആക്ച്വലി ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല, അതുകൊണ്ട് താഴെ വീണ് ആ ചോറൊക്കെ ഇച്ചിരി സോസിനകത്ത് വീണു. നമ്മളടുത്ത് പ്രോൺസ്. ഇനി ഇതെങ്കിലും താഴെ വീഴാതെ ട്രൈ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ചാൽ കുറച്ച് സോസ് ഇതിനകത്ത് തന്നെ ഒഴിക്കാൻ പോവാം. ഇങ്ങനല്ല ഇത് തിന്നേണ്ട രീതി, ബട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. കൊള്ളാം. ആ സോസിൻ്റെ ആ ടേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. സോ ഞാൻ നെക്സ്റ്റ് 2 ബാക്കിയുണ്ട്. ബാലൻസുള്ളത് ഞാൻ സോസ് ഇല്ലാതെ ട്രൈ ചെയ്യാൻ പോവാം. പച്ചമീൻ ഞാൻ നേരത്തെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് പച്ചമീൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. സോ ഐ ലൈക്ക് ഇറ്റ്. നമുക്ക് ഇഷ്ടപ്പെട്ടു സാധനം. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അടുത്ത നമ്മൾ ഇനി സോസ് ഇല്ലാതെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം. ഓക്കെ, ഞാൻ ആദ്യമേ സാൽമണാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കുറച്ച് വസാബി അതിനകത്ത് ഇടുന്നുണ്ട്. ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതിൻ്റെ വലിയ പോരായ്മ ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, വസാബിയുടെ ഒരു കുത്തൽ നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കൊള്ളാം, ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് വികാരമായിട്ടൊന്നും തോന്നിയില്ല. ഇറ്റ്സ് ഗുഡ്.
വൺ ടൈമൊക്കെ ട്രൈ ചെയ്യാം. ഇപ്പോഴും വന്ന് ടേസ്റ്റ് കാരണം നമുക്ക് തിന്നുന്ന പോലെ ഒന്നും പറ്റത്തില്ല. വൺ ടൈമൊക്കെ ട്രൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ നെക്സ്റ്റ് നമ്മളൊരു സ്ട്രീറ്റ് ഫുഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ജാപ്പനീസിൻ്റെ കറാച്ചി ചിക്കൻ സബ്ജി. ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നെ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ചീസായിട്ട് വന്നിട്ട് ഇതിനായിട്ടൊരു ചോപ്സ്റ്റിക്കൊന്നും വേണ്ട, നമ്മുടെ കൈ തന്നെ മതി. കൊള്ളാം. നമ്മുടെ KFC-യിലൊക്കെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ചൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല. പക്ഷേ ജാപ്പനീസിൻ്റെ ആളുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയേ ഇല്ല. ജസ്റ്റ് KFC-യുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ആക്ച്വലി കൊള്ളാം. സാധനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. യു ക്യാൻ ഓൾസോ ഫ്രൈ ചെയ്തുകൊണ്ടൊരു കുഴപ്പമില്ല. പച്ച ഇറച്ചിയാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ടേസ്റ്റൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഓക്കെ, നമ്മളിനി വസാബി ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. വേറെ ഒന്നും യൂസ് ചെയ്യാതെ വസാബി മാത്രം തിന്നുമ്പോൾ ഒറ്റ ചോപ്സ്റ്റിക് കൊണ്ട് ഞങ്ങൾ തിന്നുമ്പോൾ എനിക്ക് രണ്ട് പറ്റുന്നില്ല. ഇത് തിന്നു കഴിഞ്ഞാൽ എന്തോ വലിയ ടേസ്റ്റ് ആണെന്നോ എന്തോ വലിയ ഇറിറ്റേഷൻ ആണെന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. കുറച്ച് കേൾക്കുന്നുള്ളൂ. എൻ്റെ നമ്മുടെ വിക്സൊക്കെ ഇല്ലേ, അത് തിന്നുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. നല്ല കുത്തലുണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് നിറഞ്ഞു കത്തൊക്കെ വരും. വൺ ടൈം ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. ഒറ്റയാൾക്കൊന്നും ഇതൊന്നും തിന്നരുത്, വാരിപ്പോയി. എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സുഷി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കറാച്ചി ചിക്കൻ ആണെങ്കിലും. പിന്നെ എനിക്ക് ഒരു അബദ്ധമായിട്ട് തോന്നിയത് ഒരിക്കലും വസാബി എടുത്ത് അങ്ങനെ തിന്നരുത്. സോ അതേ ഉള്ളൂ എനിക്കൊരു ഒരിക്കലും വസാബി എടുത്ത് അങ്ങനെ തിന്നരുത്, അത് മാത്രമേ ഉള്ളൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു സാധനം. ഈ ഷോപ്പിൽ പോയത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ജാപ്പനീസ് ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും സുഷി ഷോപ്സ് ഉണ്ട്. പിന്നെ ഈ ഷോപ്പ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയി ട്രൈ ചെയ്തത്. എനിക്ക് ഒന്നുകൂടെ പോയി ട്രൈ ചെയ്യണമെന്നുണ്ട്. അവർ എന്തോ സ്പൈസി ആയിട്ടുള്ള സുഷി ഉണ്ടെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അത് ട്രൈ ചെയ്യണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.